ഇതെന്റെ ഒരു അങ്കിളാ, SI വീരപ്പൻ കുറുപ്പ്. മീനുകൂട്ടാ, എന്തോ ഇത് നമ്മളെ കൂടെ ഉള്ള ആളെ പോലെ ഇല്ലേ? അങ്ങനെ അവസാനത്തില്ല, ഉണ്ണി കണ്ടില്ലേ? പക്ഷെ MJ സാറേ, ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയാറ്? മോളെ പോലുള്ള വേറെ 8 പേരെ മോള് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ പാടില്ല, പ്രത്യേകിച്ച് പോലീസുകാരോട്. അത് കറക്റ്റ്. വീരപ്പൻ സാർ ഇന്ന് ഇങ്ങോട്ട് വന്നതേ എന്തിനാണെന്ന് മനസ്സിലായില്ല. എങ്ങനെയുണ്ട് എന്റെ ചെറുക്കൻ? എന്റെ ചങ്കിന്റെ ചങ്കാണിവൻ. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നല്ലോ. കഴിഞ്ഞ മാസം പാലാരിവട്ടം സിഗ്നലില് റോങ് സൈഡ് വന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? അത് ഞാനായിരിക്കാൻ സാധ്യതയില്ല. അല്ലല്ല, അത് നിങ്ങൾ തന്നെയാ. അതിന് കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഓസ്ട്രേലിയയിലായിരുന്നു. പിന്നെ എന്താ ദൃശ്യത്തിന് കളിക്കുകയാണോ? വെറുതെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഈ താടി വെച്ച മുഖം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അന്നത്തെ ആ പെറ്റി ഇതുവരെ അടച്ചിട്ടില്ലല്ലോ. സാർ അത് ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാ. എന്താ സാർ പ്രശ്നം? എന്റെ റിയാം കുട്ടൻ ഒരു പരാതി പറഞ്ഞു. എന്താ സാർ? റിയാം കുട്ടൻ പറയുന്ന പല കാര്യങ്ങളും TV കാണിക്കുന്നില്ല എന്നൊരു പരാതി. അത് ശരിയാട്ടോ സാർ. പക്ഷെ അതൊന്നും ചെയ്യുന്ന നമ്മളല്ല, കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളൊരു പരാതിയാണ് എനിക്ക് കിട്ടിയത്. അയ്യോ സാറേ, ഇവിടെ അതൊക്കെ ചെയ്യുന്ന നമ്മളല്ല, നമ്മുടെ പ്രൊഡ്യൂസറാ രാകേഷ്. അവനെ വിളി. രാജേഷേട്ടാ, ഇതേ ഒരു പോലീസ് വന്നിട്ടുണ്ടേ. വെറും പോലീസല്ല, SI വീരപ്പൻ കുറുപ്പ്. രാഘു, ഇവിടെ ഒരു SI വീരപ്പൻ കുറുപ്പ് വന്നിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യണം? സാറേ, പോലീസ് ജീപ്പ് വരുന്നത് കണ്ടപ്പോൾ തന്നെ രാജേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്. ഇതുവരെ വന്നിട്ടില്ല. പോലീസിനെ കണ്ട് രാഘു മുങ്ങിട്ടോ. രാഘു മുങ്ങി. ഇനി എന്ത് ചെയ്യും? മുങ്ങിയാലവൻ പൊങ്ങില്ലേ? അപ്പൊ ഞാൻ പൊക്കാം. സാറേ, നമുക്ക് അവനെ പൊക്കാം. എന്താ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. എന്താ പറഞ്ഞേ? നമ്മുടെ റിയാൻകുട്ടന്റെ പാട്ട് കേൾക്കാം. എന്താ പറഞ്ഞ? ഒന്നുകൂടി പറഞ്ഞേ. അല്ല, അവനെ പൊക്കാന്ന്. സാറിന്റെ അങ്ങോട്ടിരുന്നോ, രാകേഷ് ചേട്ടൻ വരുമ്പോ നമുക്ക് ചോദിക്കാം. എന്തായാലും അവനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് മതി, 2 വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. പറ്റുമെങ്കിൽ 2 പൊട്ടിച്ചോ. അത് ഞാൻ ഏറ്റു. അപ്പൊ റിയാൻ കുട്ടാ, അപ്പൊ നീ ധൈര്യമായിട്ട് പഠിക്കോ. ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ സാർ.